2024 ആനുവൽ എക്സാമിൻ്റെ 1ാം ക്ലാസ്സിൻ്റെ ചോദ്യപേപ്പർ നമുക്ക് നോക്കാം. 25 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ ചോദ്യം, ആദ്യ മനുഷ്യൻ്റെ പേരെന്ത്? ആദം എന്നാണ് ആദ്യ മനുഷ്യൻ്റെ പേരല്ലേ. രണ്ടാമത്തെ ചോദ്യം, ആദമിനും ഹൗവയ്ക്കും താമസിക്കുവാൻ ദൈവമുണ്ടാക്കിയ തോട്ടത്തിൻ്റെ പേരെന്ത്? ഏതായിരുന്നു? ഏദൻ തോട്ടമായിരുന്നു അല്ലേ. ഇനി മൂന്നാമത്തെ ചോദ്യം, ദൈവവിളി കേൾക്കുമ്പോൾ എന്തു മറുപടി പറയണമെന്നാണ് ഏലി പുരോഹിതൻ ശമൂവേൽ ബാലനോട് പറഞ്ഞത്? യഹോവേ അരുളി ചെയ്യണമേ എന്ന് പറയാനായിരുന്നു ഏലി പുരോഹിതൻ ശമൂവേൽ ബാലനോട് പറഞ്ഞത് അല്ലേ. നാലാമത്തെ ചോദ്യം, ഭയപ്പെടേണ്ട ഡാഷ് നിന്നോട് കൂടെയുണ്ട്. എന്താണ് അവിടെ പൂരിപ്പിക്കേണ്ടത്? ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നാണ് അല്ലേ. ഞാൻ എന്ന വാക്കാണ് അവിടെ പൂരിപ്പിക്കേണ്ടത്. ഇനി അഞ്ചാമത്തെ ചോദ്യം, മോശയുടെ സഹോദരന്റെ പേരെന്ത്? മോശയുടെ സഹോദരന്റെ പേര് അഹറോൻ എന്നാണ് അല്ലേ. ആറാമത്തെ ചോദ്യം, നയമാന്റെ കുഷ്ഠരോഗം ഭേദപ്പെടുത്തിയ പ്രവാചകന്റെ പേരെന്ത്? നയമാന്റെ കുഷ്ഠരോഗം ഭേദപ്പെടുത്തിയത് എലീശ പ്രവാചകനായിരുന്നു. ഏഴാമത്തെ ചോദ്യം, മലങ്കാക്ക ഏലിയ പ്രവാചകന് കൊണ്ടുവന്നു കൊടുത്ത ഭക്ഷണങ്ങൾ എന്തൊക്കെ? അപ്പവും ഇറച്ചിയുമായിരുന്നു മലങ്കാക്ക ഏലിയ പ്രവാചകന് കൊണ്ടുവന്നു കൊടുത്തത് അല്ലേ. ഇനി എട്ടാമത്തെ ചോദ്യം, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര ഡാഷും ആകുന്നു. എന്താണ് അവിടെ വരേണ്ടത്? ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു എന്നാണ് അല്ലേ. മനോഹരവും എന്ന വാക്കാണ് അവിടെ വേണ്ടത്. ഒൻപതാമത്തെ ചോദ്യം, യോസഫിന്റെ പിതാവിന്റെ പേരെന്ത്? യാക്കോബായിരുന്നു യോസഫിന്റെ പിതാവ് അല്ലേ. പത്താമത്തെ ചോദ്യം, എത്രാമത്തെ വയസ്സിലാണ് യോസഫ് മിസ്രയീമിലെ മന്ത്രിയായി മാറിയത്? 30ാമത്തെ വയസ്സിലാണ് യോസഫ് മിസ്രയീമിലെ മന്ത്രിയായി തീർന്നത്. 11ാമത്തെ ചോദ്യം, ദൈവം നമ്മുടെ സങ്കേതവും ഡാഷ് ആകുന്നു. എന്താണ്? ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു എന്നാണ് അവിടെ വേണ്ടത് അല്ലേ. ബലവും എന്ന വാക്കാണ് ഫില്ല് ചെയ്യേണ്ട ഭാഗത്ത് വേണ്ടത്. ഇനി 12ാമത്തെ ചോദ്യം, ദാനിയേൽ പ്രവാചകനെ കൊല്ലുവാൻ രാജാവ് ഏത് മൃഗത്തിന്റെ കുഴിയിലേക്കാണ് എറിഞ്ഞത്? സിംഹക്കുഴിയിലേക്കാണ് അല്ലേ ദാനിയേലിനെ എറിഞ്ഞത്. സിംഹത്തിന്റെ കുഴി എന്നതാണ് അതിന്റെ ഉത്തരം. ഇനി 13ാമത്തെ ചോദ്യം, എന്താണ് ക്രിസ്തുമസ്? ക്രിസ്തുമസ് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ആഘോഷമാണ് ക്രിസ്തുമസ് അല്ലെ. ബർത്ത്ഡേ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. ഇനി 14ാമത്തെ ചോദ്യം, എവിടെയാണ് യേശു കുഞ്ഞ് ജനിച്ചത്? ബെത്ലഹേമിലെ ഒരു പുൽക്കൂട്ടിലാണ് യേശു ജനിച്ചത്. 15ാമത്തെ ചോദ്യം, യേശു 5000 പേർക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ ബാലൻ എങ്ങനെയാണ് സഹായിച്ചത്? ബാലന്റെ കയ്യിലുണ്ടായിരുന്ന അപ്പവും മീനും യേശുവിന്റെ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു അല്ലെ. അങ്ങനെയായിരുന്നു ബാലൻ അവരെ സഹായിച്ചത്. ഇനിയും 16ാമത്തെ ചോദ്യം, പ്രാർത്ഥനയിൽ കുമ്പിടുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുക. അത് നിങ്ങൾ കുമ്പിട്ട് കാണിക്കണം കേട്ടോ. കുമ്പിടുമ്പോൾ കുരിശ് വരയ്ക്കാൻ മറക്കരുത് കേട്ടോ. ഇനിയും അടുത്ത ചോദ്യം, 17ാമത്തെ ചോദ്യം, കർത്തൃ പ്രാർത്ഥനയുടെ ആദ്യ വാചകം പറയുക. എന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതാണല്ലേ കർത്തൃ പ്രാർത്ഥന നമ്മൾ തുടങ്ങുന്ന ഭാഗം. അതാണ് അതിന്റെ ഉത്തരം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത്. ഇനിയും അടുത്ത ചോദ്യം, 18ാമത്തെ ചോദ്യം, ഹാലലുയ എന്ന വാക്കിന് അർത്ഥം എന്താണ്? ദൈവത്തിന് സ്തുതി എന്നാണ് ഹാലലുയ എന്ന വാക്കിന്റെ അർത്ഥം. 19ാമത്തെ ചോദ്യം, നമ്മുടെ ദേവാലയത്തിൽ വിശുദ്ധ മാമോദീസ മുങ്ങുന്നത് എവിടെയാണ്? മാമോദീസ തൊട്ടിയിലാണ് അല്ലേ. നമ്മളെല്ലാവരും മാമോദീസ മുങ്ങിയിട്ടുള്ളവരാണ്, അത് കണ്ടിട്ടുള്ളവരാണ്. അപ്പം മാമോദീസ തൊട്ടി എന്നതാണ് അതിന്റെ ഉത്തരം. 20ാമത്തെ ചോദ്യം, കന്യകമറിയാം ആരാണ്? യേശുവിന്റെ അമ്മയാണ് കന്യകമറിയാം. 21ാമത്തെ ചോദ്യം, എത്ര സ്ഥലങ്ങളിലാണ് തോമാശ്ലീഹ പള്ളികൾ സ്ഥാപിച്ചത്? നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 7 സ്ഥലങ്ങളിൽ എന്നാണ് അല്ലെ. 7 സ്ഥലങ്ങളിലാണ് തോമാശ്ലീഹ പള്ളികൾ സ്ഥാപിച്ചത്. 22ാമത്തെ ചോദ്യം ഗീതം ചൊല്ലുവാനുള്ള ചോദ്യമാണ്. മറിയാമിൻ സ്മരണം എന്ന ഗീതമാണ് നിങ്ങൾ ടീച്ചറെ ചൊല്ലി കേൾപ്പിക്കേണ്ടത്. എങ്ങനെയാ ചൊല്ലുക? മറിയാമിൻ സ്മരണം വരദായകമാക തൽപ്രാർത്ഥന ഞങ്ങൾ കാത്മാവിനു കോട്ട. എല്ലാവരും ചൊല്ലിയില്ലേ? എല്ലാവർക്കും അറിയാവുന്ന ഗീതമാണ് അല്ലേ. 23ാമത്തെ ചോദ്യം, ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥന ചൊല്ലുക. ഇങ്ങനെയാ പ്രാർത്ഥന ടീച്ചർ ചൊല്ലിത്തരും ബഹുമതി പൂർവ്വം. ബാക്കി എങ്ങനെയാ? ബഹുമതി പൂർവ്വം ഞാൻ നിന്റെ ആലയത്തിലേക്ക് പ്രവേശിച്ച് എൻ്റെ നേർച്ചകളെ ഞാൻ നിനക്ക് കഴിക്കും. എല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥന അല്ലേ. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ഉത്തരങ്ങൾ പറയാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായി പഠിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.